മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. കലാലയത്തിലെ അമൃതവള്ളികൾ. മൃദുശാന്തി ഗീതികൾ ആലപിക്കാം സമരാഗ്നി നേറ്റുമീ മണ്ണിൽ. ഇത് സാർത്ഥകമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നാം കരുതുന്നുണ്ടാവാം. പക്ഷേ ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സർവീസ് സ്കീം കേഡറ്റുകൾ അവരുടെ നിശബ്ദ സേവനം കൊണ്ട് ഏവർക്കും മാതൃകയാവുമ്പോൾ നൂറുമേനിക്ക് അത് കാണാതെ പോകാനാവുമോ? വിദ്യ അഭ്യാസവും വിദ്യ ആഭാസവുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു യുവതലമുറ അന്നം ബ്രഹ്മ അന്നവിചാരം മുന്നവിചാരം എന്ന മന്ത്രം നിശബ്ദ സേവനത്തിലൂടെ സാർത്ഥകമാക്കുന്നു ഈ കലാലയത്തിൽ.
സംസ്ഥാന കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം തിരുവനന്തപുരം ശ്രീകാര്യം കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഈ കൃഷി പദ്ധതി ഇവിടെ നടപ്പിലാക്കി വരുന്നത്. 2016 കേരളം ഒരു ജൈവ സംസ്ഥാനമാവുക എന്ന സർക്കാരിന്റെ ലക്ഷ്യത്തിന് യുവത്വത്തിന്റെ മാതൃക. തിരുവനന്തപുരം പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഡോക്ടർ ബാലചന്ദ്രനാഥിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ചെമ്പഴന്തി SN കോളേജ് വീട്ടുവളപ്പിൽ കൃഷി ചെയ്തിട്ടുള്ള പച്ചക്കറി തോട്ടമാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. ഇവിടെ 12 ഇനം പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. SN കോളേജ്, ചെമ്പഴന്തി SN കോളേജിലെ NSS വിഭാഗം യൂണിറ്റിലെ വിദ്യാർത്ഥിനികളും അതിൻ്റെ കോർഡിനേറ്റർ ശ്രീമാൻ ശ്രീനീഷും നേതൃത്വത്തിൽ ശ്രീകാര്യം കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഈ പച്ചക്കറിത്തോട്ടം ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പ് ഈ സാമ്പത്തിക വർഷം 2015-16 സാമ്പത്തിക വർഷം പച്ചക്കറി കൃഷി വികസന പദ്ധതിക്ക് ഒട്ടേറെ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സ്ഥാപനങ്ങളിൽ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ ശ്രീകാര്യം കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പച്ചക്കറിത്തോട്ടം വളരെ വിപുലമായ രീതിയിലാണ് ഇതിവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. ഏത് ഭാഗത്ത് നോക്കിയാലും നമ്മുടെ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാതൃകയാക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ശ്രീകാര്യം കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടപ്പിലാക്കി വന്നിട്ടുള്ളത്. അത് ചെമ്പഴന്തി SN കോളേജിലെ NSS യൂണിറ്റിൻ്റെ ചുണക്കുട്ടികൾ അതിൽ വളരെ സജീവമായിട്ട് ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, തരിശായി കിടന്ന ഒരു കലാലയ വളപ്പാണ് ഇതെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? 12ഓളം പച്ചക്കറി ഇനങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. തക്കാളി അനർഘ ഇനമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. കത്തിരി, പടവലം, കാബേജ്, പൂസ, ഡ്രംഹെഡ്, കോളിഫ്ലവർ, ഏർലി പാറ്റ്ന, വെള്ളരി, അരുണിമ, പയർ, വെള്ളായണി, ജ്യോതിക, മുളക്, ആതുല്യ, തൊണ്ടൻ മുളക്, ചീര, പാവൽ, ഇങ്ങനെ പോകുന്നു ഇവിടെയുള്ള കൃഷിയിനങ്ങൾ. ഈ കരനെൽപ്പാടം കണ്ടില്ലേ? ഉമ ഇനമാണ് നെല്ല്. പാടങ്ങളിൽ കാൺമീലെ ഞണ്ടും നത്തക്കൂട്ടവും ഒറ്റക്കാലൻ കൊറ്റിയും മത്സ്യങ്ങളും പാറും ശലഭങ്ങളും എന്ന് ഇന്നത്തെ തലമുറയോട് ചോദിച്ചാൽ അവർ വാ പൊളിക്കുക തന്നെ ചെയ്യും. മാനത്തു കണ്ണികൾ മയങ്ങും കയങ്ങൾ മനോരമേ നിൻ നയനങ്ങൾ. ഈ കാവ്യഭാവനയെ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാനാവും? സംശയിക്കേണ്ട,
ഈ കൃഷിഭൂമിക്ക് വിജയഭേരി മുഴക്കുന്ന കിളിനാദം കേൾക്കുന്നില്ലേ നമ്മൾ? ഈ ഉദ്യോഗസ്ഥ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ ഈ ഭൂമി നാളെ ഒരു നെൽപ്പാടമാവില്ലെന്ന് ആർക്കാണ് പറയാനാവുക? ഭഗീരഥൻ ഗംഗയെ ആവാഹിച്ചതുപോലെ ഇവിടം ഇവരൊരു ജലാശയമാക്കില്ലെന്ന് ആർക്കാണ് ചിന്തിക്കാനാവുക? ഒന്നര ഏക്കർ തരിശുഭൂമി. പുസ്തകത്താളുകൾക്കുള്ളിൽ മയിൽപ്പീലി മാത്രമാകാതെ പുറം ലോകത്തേക്കിറങ്ങിയ ഈ മാതൃകാ വിദ്യാർത്ഥികൾ മണ്ണിൽ സ്വർഗം ചമയ്ക്കില്ലേ? ഭൂമിയിൽ മനുഷ്യനെ ഭയക്കുന്ന ജീവജാലങ്ങൾക്ക് ഇവർ മിത്രങ്ങൾ. തികച്ചും ജൈവമാണ് ഇവരുടെ കൃഷി. രോഗകീട നിവാരണത്തിന് സ്യൂഡോമോണാസ്, നീം കേക്ക്, സ്റ്റിക്കി കാർഡ്സ്, ഫിറമോൺ ട്രാപ്സ്, ലൈറ്റ് ട്രാപ്സ്. ജലസേചനത്തിന് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഈ ഹരിതാഭ നമ്മുടെ മനസ്സിൽ കുളിർമ പകരുന്നില്ലേ? ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എൽ തുളസീധരൻ. 12ഓളം പച്ചക്കറി ഇനങ്ങൾ 2 ഏക്കറിലധികം സ്ഥലത്ത് നട്ടുകൊണ്ട് വളരെ ശ്രദ്ധേയമായി ഒരു വിദ്യാലയത്തിൽ ഇത്രയും ഏരിയ ഒരുമിച്ച് എടുക്കുക അത്ര നിസ്സാരമല്ല. വളരെ പാഴ്മരങ്ങൾ നിന്ന സ്ഥലം പാഴ്മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി അവിടെ കൃഷിയോഗ്യമാക്കിയാണ് ഈ പച്ചക്കറി കൃഷി നടത്തിയിട്ടുള്ളത്. കൃഷി വകുപ്പിൻ്റെ സമ്പൂർണ്ണ സഹകരണമുണ്ട്. അതിൻ്റെ ഒരു പ്രോജക്റ്റ് തന്നെയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ കോളേജിലെ ഏറ്റവും മികച്ച കേരള സർവകലാശാലയിലെ യൂണിറ്റുകളിൽ ഒന്നായ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം വളരെ മികച്ച രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചത് വലിയ അഭിമാനകരമായ സംഭവം തന്നെയാണ്. ഈ കോളേജിൽ 1800ഓളം വിദ്യാർത്ഥികളും 80 അധ്യാപകരും 30 ജീവനക്കാരുമാണുള്ളത്. ഇതോടൊപ്പം തന്നെ ഞങ്ങളൊരു ഔഷധ സസ്യത്തോട്ടം ഈ ക്യാമ്പസിൽ ആരംഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെങ്കിലും കുറച്ചു കാലം അത് കുറേ സസ്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ വീണ്ടും അത് റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പുതിയ സസ്യങ്ങൾ നട്ടിരിക്കുകയാണ്. ഈ പച്ചക്കറി തോട്ടം നിർമ്മിക്കുന്ന സാഹചര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഈ ശബരിമല സീസൺ, ജൈവ പച്ചക്കറികൾക്കുള്ള ദൗർലഭ്യം, അങ്ങനെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മൾ ഈ കൃഷി ആരംഭിച്ചത്. ഈ സമയത്ത് തന്നെ അതിന് വിളവെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായും അഭിമാനകരമാണ്, ശ്രദ്ധേയമാണ്. വളരെ മിതമായ വിലയിൽ ഇത് വിൽക്കാനും സാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഇത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇത് 1800 കുട്ടികളെന്ന് പറയുമ്പോൾ 1800 കുടുംബങ്ങളാണ്. ആ കുടുംബങ്ങളിലേക്ക് ജൈവ പച്ചക്കറി കൃഷിയുടെ സന്ദേശം എത്തിക്കുക എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതോടൊപ്പം തന്നെ ഞങ്ങൾ പച്ചക്കറി വിത്തിൻ്റെ കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ വഴി ഈ പ്രദേശത്തെ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട്. വ്യക്തിത്വ വികസനം സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഈ ലക്ഷ്യം സാർത്ഥകമാകാൻ ഈ കാർഷിക സംസ്കാര അഭിരുചി പോരെന്ന് ആർക്കെങ്കിലും പറയാനാവുമോ? ശ്രീകാര്യം കൃഷിഭവൻ കൃഷി ഓഫീസർ വി വിജയചന്ദ്രൻ. പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി